ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 ആഴ്ചയ്ക്ക് മുമ്പ് ഫീൽഡ് വർക്കുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ വീഡിയോ ചെയ്തിരുന്നു. അതിന് മുമ്പുള്ള ഈ കൂടിന്റെ അവസ്ഥയും 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള ഇപ്പോഴത്തെ അവസ്ഥയും നമുക്കൊന്ന് പരിശോധിക്കാം. അതിൻ്റെ ഇടയിൽ കഴിഞ്ഞ ആഴ്ച അവർ തന്നെ ഒരു അടയെടുത്ത് മുറിച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ അടിഭാഗം ചെക്ക് ചെയ്ത് അതിനകത്ത് അങ്ങനെ നമ്മൾ ഈച്ചകളെ മാറ്റി പഴയ അടകൾ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ അടകൾ ഇടുമ്പോൾ 5 ഫ്രെയിമുകൾ അടിയിലിടണം. അടിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണി ചേമ്പറിൻ്റെ ആദ്യത്തെ തട്ടിൽ നമ്മൾ ഇടണം. എന്നിട്ട് അവർ കിട്ടും. പിന്നെ ഉപയോഗിച്ചിരുന്ന റബ്ബർ അവർ കഴിച്ചുകൊണ്ട് ഇതാണ് എക്സ്ട്രാ അട കെട്ടുന്നത്. അതിനോടൊപ്പം തന്നെ ആണീച്ചകളുടെ സെല്ലുകൾ എന്നതേ ഉള്ളൂ. പക്ഷെ അവിടെ വെച്ച് കൊടുത്താലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്ന. അതുകൊണ്ട് നമ്മൾ പുകച്ചതിനെ നശിപ്പിച്ച് കളയാൻ ഒരു മടി. അടുത്ത ആഴ്ച ഇതെടുത്താൽ മതി. ഇത് കാര്യമായിട്ട് നോക്കണം, അല്ലെന്നുണ്ടെങ്കിൽ സെറ്റ് തിരിഞ്ഞു പോകും. അത്രത്തോളം ഞാൻ ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാറിന്റെ ഫേസും കൂടി അടുത്ത ആഴ്ച ഇത് തല കട്ട് ചെയ്ത് വന്നിട്ട് കുറഞ്ഞതാണ് കേട്ടോ. എല്ലാവർക്കും വീണ്ടും തേനീച്ച വളർത്തലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫീൽഡ് വർക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് 5ാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 ആഴ്ചയ്ക്ക് മുമ്പ് ഫീൽഡ് വർക്കുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ വീഡിയോ ചെയ്തിരുന്നു. അതേ കൂട് തന്നെയാണ് നമ്മൾ 5ാമത്തെ വീഡിയോയിലും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 ആഴ്ചയ്ക്ക് മുമ്പുള്ള ഈ കൂടിന്റെ അവസ്ഥയും 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള ഇപ്പോഴത്തെ അവസ്ഥയും നമുക്കൊന്ന് പരിശോധിക്കാം. അതിൻ്റെ ഇടയിൽ കഴിഞ്ഞ ആഴ്ച അവർ തന്നെ ഒരു അടയെടുത്ത് മുറിച്ച് അതിൻ്റെ ഫ്രെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ 2ാമത്തെ സൂപ്പറിലും അവർ വെറുതെ അടകൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ കൂടിന്റെ ജയപരാജയങ്ങളെ കുറിച്ച് ഒന്ന് വിശകലനം ചെയ്ത് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ അടിഭാഗം ചെക്ക് ചെയ്ത് അതിനകത്ത് റാണി സെല്ലുകളോ ആണീച്ചകളുടെ സെല്ല് ധാരാളമായിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കുകയാണ്. അതിനുവേണ്ടി സാവധാനം അടകളെടുത്ത് അതിൽ ചെറുതായിട്ട് പുക കൊടുക്കുമ്പോൾ തേനീച്ചകൾ ഒരു സൈഡിലേക്ക് മാറിത്തരും. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും റാണി സെല്ലുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഓരോ അടകൾ നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോൾ റാണി സെല്ലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് പിച്ചിക്കളയുകയോ കത്തി വെച്ച് കുത്തിക്കളയുകയോ ആ സ്മോക്കറിൻ്റെ തന്നെ ആ എഡ്ജ് ഭാഗം വെച്ചിട്ട് മുറിച്ച് കളയുകയൊക്കെ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഓരോ അടകളും പരിശോധിക്കുമ്പോൾ ചെറുതായിട്ട് കപ്പുകൾ കെട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് നശിപ്പിച്ച് കളയണം, വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അതായത് ഇതിനകത്ത് റാണി സെല്ലുകളുണ്ട്, 2 സെല്ലുകൾ ഭാഗത്തായിട്ടുണ്ട്. ആ 2 സെല്ലുകളും ആ സ്മോക്കറിൻ്റെ മൊന വെച്ച് നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വെച്ചുകൊണ്ടിരുന്നുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെറ്റ് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുകയാണ്. നമ്മൾ ഈ കൂട് പരിശോധിക്കുന്ന സമയത്ത് അടയുടെ എവിടെയെങ്കിലും ഒരു കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പിറ്റേ ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും അത് വളർത്തി സെറ്റാക്കി അത് പുതിയ റാണി വിരിഞ്ഞിറങ്ങുന്നതിന് മുമ്പായി അവര് സെറ്റ് പിരിഞ്ഞു പോയിരിക്കും. അതുകൊണ്ട് നമ്മൾ കൂട് പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും ചെറിയൊരു കപ്പെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് നശിപ്പിച്ച് കളഞ്ഞിരിക്കണം. അങ്ങനെ സെറ്റ് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ആ കൂട്ടിൽ നിന്ന് ഉൽപാദനമൊന്നും ലഭിക്കുകയില്ല. കഴിഞ്ഞ ആഴ്ച ഇവർ കൂട് പരിശോധിച്ച സമയത്ത് അവരുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു റാണി സെല്ലുണ്ടായിരുന്നു. അത് ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അത് പൂർണ്ണ വളർച്ചയെത്തി 2-3 ദിവസത്തിനുള്ളിൽ അത് വിരിഞ്ഞിറങ്ങാൻ പാകത്തിലുള്ള സെല്ലായിട്ട് മാറിക്കഴിഞ്ഞു. ഫുൾ അടഞ്ഞു വന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം അവർ എന്തോ മിസ് ചെയ്തതാണ് ഈ റാണി സെല്ല്. നമ്മൾ അടകൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു കപ്പ് പോലും വെച്ചേക്കാതെ എല്ലാം നശിപ്പിച്ച് കളയേണ്ടത് അത്യാവശ്യമാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രയത്നമൊക്കെ വളരെ വ്യർത്ഥമായിട്ട് മാറും. തേനൊന്നും അതിനകത്ത് നിന്ന് ലഭിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിച്ചിട്ട് വേണം ഓരോ അടകളും കൂട്ടിലേക്ക് വയ്ക്കാൻ. ഒരു കാലി ഫ്രെയിം അടിയിലിട്ട് കൊടുത്ത ശേഷം
അടിയിലത്തെ ഒരു അട അത് എടുക്കാനുള്ള ശ്രമത്തിലാണ്. അത് ഒരു സൈഡിലേക്ക് മാറിയാണ് ഇരിക്കുന്നത്. അത് ഏത് സമയവും അത് മുറിഞ്ഞു വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ മുറിച്ചെടുത്തിട്ട് മുകളിലേക്ക് വെച്ച് കെട്ടി കൊടുക്കാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ നമ്മൾ ഈച്ചകളെ മാറ്റി പഴയ അടകളൊക്കെ നമ്മൾ പരിശോധിച്ചു. അവർ അതിനകത്ത് 4 ഫ്രെയിം ഇട്ടിട്ടുള്ളായിരുന്നു. തേൻ വരുന്നിടം വരെ അവർ തേനീച്ചകൾ അങ്ങനെ കൂടുതലായിട്ട് വീർപ്പിക്കാറില്ല. അതുകൊണ്ട് ആദ്യത്തെ പ്രാവശ്യം നമ്മൾ അടകൾ ഇടുമ്പോൾ 5 ഫ്രെയിമുകൾ അടിയിലിടണം. അടിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണി ചേമ്പറിൻ്റെ ആദ്യത്തെ തട്ടിൽ നമ്മൾ ഇടണം. അല്ലെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ അടകൾ അതിനകത്ത് കണ്ടതുപോലെ എക്സ്ട്രാ അടകൾ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കിട്ടും. പിന്നെ ഉപയോഗിച്ചിരുന്ന റബ്ബർ അവർ കടിച്ചു മുറിച്ചില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിയുള്ള റബ്ബർ ആയതുകൊണ്ടാവാം അവർ കടിച്ചു മുറിച്ച് കളയാഞ്ഞത്. ചെറുതായിട്ട് തേൻ വരുന്നുണ്ട്, ചെറുതായിട്ട്. അടുത്ത ആഴ്ചയൊക്കെ കുറച്ചുകൂടെ നല്ലോണം തേൻ വരും. ഇതുവരെ അതുകൊണ്ട് പ്രാവശ്യം തേൻ എടുക്കുന്നില്ല. കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ആയിട്ടേ എടുക്കുന്നുള്ളൂ. ഇപ്പം നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 5 ഫ്രെയിം ഈ അടിയിൽ തന്നെ അടിയിലത്തെ ആ ഹണി ചേമ്പറിൽ ഇടുകയാണ്. അതുകൊണ്ട് ഇതാണ് എക്സ്ട്രാ അട കെട്ടുന്നത്. അതിനോടൊപ്പം തന്നെ ആണീച്ചകളുടെ സെല്ലുകൾ ഉണ്ട്, അത് നമുക്ക് കട്ട് ചെയ്ത് കളയണം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കൂട്ടിൽ തന്നെ അത് വിരിഞ്ഞിറങ്ങും. അത് കൂടിനത് ദോഷം ചെയ്യും. അപ്പോൾ നമ്മൾ ആണീച്ചകളുടെ തല ഇങ്ങനെ അറുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കോഴികളൊക്കെ വന്ന് തിന്ന് പെട്ടെന്ന് ശല്യം ഉണ്ടാക്കാതെ ആവും. പിന്നീട് ദൂരെ മാറ്റി ആ പുഴുക്കളെ കോഴികൾക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അവിടെ വെച്ച് കൊടുത്താലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂട് തുറക്കുമ്പോഴത്തേക്കും കോഴികളൊക്കെ വന്ന് നമ്മൾ എടുത്തു വെക്കുന്ന അടകളൊക്കെ അവർ കുത്തി നശിപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട്, ശബ്ദം തെറ്റിക്കഴിഞ്ഞാൽ. അങ്ങനെ മുട്ടയൊക്കെ അതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെള്ളം അടിച്ച് കളയണം. ഈ അടയെന്ന് പറയുന്നത് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പുള്ള ചെറിയൊരട ഫ്രെയിമിനകത്ത് കെട്ടിത്തുടങ്ങിയായിരുന്നു. അത് വെച്ചതാണ് താഴോട്ട് ഒരു ഫ്രെയിമിനകത്ത് നിറയത്തക്ക രീതിയിലുള്ള ഒരു അടയായിട്ട് അത് വളർത്തി. എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ സൂപ്പർ വെക്കുമ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ട് വെക്കുകയാണ്. അതിനുവേണ്ടി 2 ടൈൽസ് 2 സൈഡിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ടൈൽസോ മറ്റേ ചിരട്ട മുറിയോ എന്തെങ്കിലും ഒരു പൈക്ക് കൊടുത്താൽ മതി. എന്തെങ്കിലും ഒരു തടി കഷ്ണമോ എന്തെങ്കിലും കൊടുത്താൽ മതി. എന്തായാലും ഒരു കുഴപ്പമില്ല. ഇതുപോലെ വെച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അത് ചൂട് കുറയ്ക്കാൻ വേണ്ടി, ഇതിൻ്റെ ഉള്ളിലെ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. മാത്രമല്ല ആ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്കൂടെയൊക്കെ അവർക്ക് പെട്ടെന്ന് കയറി ഇറങ്ങുകയും ചെയ്ത് പെട്ടെന്ന് കൂടുകളിൽ വർക്കിംഗ് നടത്താൻ അവർക്ക് ഈ ഗ്യാപ്പ് സഹായിക്കും. എയർ സർക്കുലേഷൻ ഉണ്ടാവാനും അത് സഹായിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ആ വീഡിയോയ്ക്കകത്തുള്ളത്. നല്ലൊരു സെറ്റായിട്ട് നല്ല തേനുൽപാദനം കിട്ടുന്ന ഒരു കൂടായിട്ട് മാറും സെറ്റ് വിരിഞ്ഞ് പോകാൻ അനുവദിക്കാതിരുന്നു കഴിഞ്ഞാൽ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ എൻ്റെ നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വാട്സപ്പിലോ വിളിച്ചോ ചോദിക്കാവുന്നതാണ്. ഈ കൂടിൻ്റെ ആദ്യം ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നതിന് എല്ലാവർക്കും ബൈ.